നമസ്കാരം സുഹൃത്തുക്കളെ, മൈ ബിയോണ്ട് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ഈ വീഡിയോയുമായിട്ട് വന്നു. യാദൃശ്യമായിട്ട് എൻ്റെ കയ്യിൽ ഈ ഒരു സാധനം കിട്ടി, പാർലെ ജി ബിസ്കുട്ട്. ഇതിന് പിന്നിലൊരു ചരിത്രമുണ്ട്. എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഈ അവസരം. 1992 ഞാൻ താമ്പൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ധ്യാനവും കൂടിയതിനു ശേഷം അവിടുത്തെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും ആ സമയങ്ങളിൽ എനിക്ക് ബോംബെ ഷെയർ മാർക്കറ്റിൽ പരിചയമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ശിവരാജ് രാംഷുക്ക് നല്ലതായിട്ട് ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സബ് ബ്രോക്കർഷിപ്പിൽ BSE എക്സ്ചേഞ്ച് സെന്ററിൽ ഓർക്കണം, വാൾ സ്ട്രീറ്റിൽ എക്സ്ചേഞ്ചിനകത്ത് 6ാമത്തെ നിലയിൽ സൈഡിൽ ചെറിയൊരു ബ്ലോക്കാട്ടോ. 100കണക്കിന് 1000കണക്കിന് ആൾക്കാരാണ് ആ ബിൽഡിങ്ങിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബ്രോക്കറാണ്. ചെറിയ ബ്രോക്കർ പറയാൻ പറ്റുന്നില്ല, അദ്ദേഹം ബ്രോക്കറാണ്, മെയിൻ ബ്രോക്കറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ സബ് ബ്രോക്കറായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ മാന്ദ്യം സംഭവിച്ച സമയം ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക്. എൻ്റെ കയ്യിൽ കണ്ടമാനം പേപ്പർ ക്യാഷ് ഉണ്ട്. പേപ്പർ ക്യാഷ്, അതായത് ഷെയർസ് ഉപയോഗമില്ല, വിൽക്കാൻ പറ്റത്തില്ല, റേറ്റ് എല്ലാം പോയി, ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയം. ആ സമയത്ത് ഞാൻ വാശിയിലുള്ളൊരു വർഗീസിയേട്ടൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. ഫ്ലാറ്റല്ല, ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വീടാണ് അവിടെ ഉണ്ടായിരുന്നു, അവിടെ താമസിക്കുകയാണ്. ആ സമയത്ത് ഈ പറയുന്ന പേപ്പർ കെട്ടുകൾ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാലും, ലക്ഷക്കണക്കിന് രൂപയുടെ പേപ്പർ കെട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് അത് കഴിക്കാൻ പറ്റുന്നില്ല. കാരണം അത് പേപ്പറാണ്, ഭക്ഷണമല്ല. ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് ക്യാഷ് 12 രൂപയാണ്. 12 താഴെ കട്ടാം. അന്നൊരു പാർലെ ബിസ്ക്കറ്റിൽ ഇതുപോലത്തെ 12 പീസുണ്ട്. ഓരോ 5 ആണല്ലോ, 12 പീസുണ്ട്. ഈ 12 പീസുള്ള ഒരു പാർലെ ബിസ്ക്കറ്റ് കൊണ്ട് ഞാൻ 3 ദിവസം തിന്നും. ഓർക്കണം, ഒരു 12 കഷ്ണമുള്ള ബിസ്ക്കറ്റ് കൊണ്ട് ഞാൻ 3 ദിവസം ഞാൻ മുമ്പേ വാശിയിൽ ഈ വർഗീസിയേട്ടൻ്റെ ഭവനത്തിൽ, വർഗീസിയേട്ടൻ്റെ ഭവനം വേറെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ബിൽഡറാണ്, അദ്ദേഹത്തിൻ്റെ ഒരു വാശിയിൽ ഒരു മാർക്കറ്റിനകത്തുള്ള ഒരു വീട്ടിലാണ് ഞാൻ കിടന്നു. അപ്പോൾ ഈ പാർലെ ബിസ്ക്കറ്റ് യാദൃശ്യമായിട്ട് എൻ്റെ കൈ കിട്ടിയപ്പോൾ ആ സംഭവം എനിക്ക് ഓർമ്മകൾ എപ്പോഴും നല്ലതാണ്. അത് വേദനയുള്ളതാണെങ്കിലും സന്തോഷം പകരുന്നതാണെങ്കിലും അതൊന്ന് പകരാൻ നമുക്കൊരു സാഹചര്യം ഉണ്ടായാൽ അത് പകരണം. ഇത് നിങ്ങൾക്കും ഒരു ഓർമ്മയായിരിക്കട്ടെ. ഇതുപോലെ അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക. ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.